ഹലോ ഗായ്സ്, ഈ വീഡിയോയിൽ നാം സംസാരിക്കാൻ പോകുന്നത് USA നടക്കുന്ന വേൾഡ് ക്രിപ്റ്റോ സമ്മിറ്റിനെ കുറിച്ചാണ്. ഈ സമ്മിറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സമ്മിറ്റാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമ്മിറ്റിൽ റൂൾസും റെഗുലേഷൻസും മീൻസ് ക്രിപ്റ്റോന്റെ റൂൾസും റെഗുലേഷൻസും ഒക്കെ അവർ പറയും. മീൻസ് അതിന് ക്ലാരിറ്റി കൊണ്ടുവരും. ഈ ഇവന്റിൽ ട്രംപ് വിളിക്കുന്ന ആൾക്കാരാണ് അതിൽ വരുന്നത്. മീൻസ് ട്രംപ് ഇൻവൈറ്റ് ചെയ്ത ആൾക്കാരാണ് ആ സമ്മിറ്റിൽ പങ്കെടുക്കുന്നത്. എല്ലാവരും ഇല്ല. മറ്റേ ചെയിൻ ലിങ്കിന്റെ CEO ഉണ്ട്, പിന്നെ റോബിൻഹുഡിന്റെ CEO ഉണ്ട്, കോയിൻ ബേസിന്റെ CEO ഉണ്ട്, അങ്ങനെ കുറച്ച് ആൾക്കാർ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എന്റിറ്റീസിന്റെ CEO മാരുണ്ട്. ഡീസെൻട്രലൈസ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സിഡിസിന്റെ CEO വരുന്നുണ്ട്, ഡീസെൻട്രലൈസ്ഡ് ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ. പിന്നെ ട്രംപിന്റെ കമ്പനി വേൾഡ് ഫിനാൻഷ്യൽ ലിബർട്ടി, ആ കമ്പനിയുടെ ഒരു മെയിൻ പാർട്ടിയും അതിൽ വരുന്നുണ്ട് ഈ സമ്മിറ്റിൽ. മനസ്സിലായി? എന്തായാലും ശരി, ഈ സമ്മിറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സമ്മിറ്റ് ആണ്. ഈ സമ്മിറ്റിൽ നടക്കുന്ന കുറച്ച് കൂട്ടം ആൾക്കാർ കൂടിയിട്ടാണ് ക്ലാരിറ്റി കൊണ്ടുവരിക ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിന്. പിന്നെ ഒരു വ്യക്തി ഉണ്ട്, അത് ട്രംപ് തന്നെ തെരഞ്ഞെടുത്താണ്. ഈ ക്രിപ്റ്റോയുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താം. മീൻസ് ഒരു വ്യക്തിനെ അയാൾ ട്രംപ് തെരഞ്ഞെടുത്തിട്ടുണ്ട്. ട്രംപ് വേറെ ആളെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. അയാള് എങ്ങനെയാണ് ഇംപ്ലിമെന്റേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആണ് അയാൾ തെരഞ്ഞെടുത്തത്. ആളുടെ പേരാണ് ഡേവിഡ് സാക്സ്. നിങ്ങൾക്ക് ഡേവിഡ് സാക്സിനെ അറിയില്ലെങ്കിൽ ആള് ക്രാഫ്റ്റ് വെഞ്ചേഴ്സിന്റെ CEO ആണ്. അയാള് ഈ Airbnb അങ്ങനത്തെ കുറെ സ്പേസ് എക്സ് അങ്ങനത്തെ കുറെ ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സ്റ്റാർട്ടപ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഫേമാണ് അയാള്. തന്നെ ഇപ്പോഴത്തെ ഇത് ക്രിപ്റ്റോസാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ നിശ്ചയിക്കും എങ്ങനെയൊക്കെയാണ് ഇംപ്ലിമെന്റേഷൻ വരേണ്ടത്, എങ്ങനെയാണ് ഈ ക്രിപ്റ്റോ കറൻസി എക്കണോമിയിൽ ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടാന്നൊക്കെ ആളാണ് നിശ്ചയിക്കുന്നത്. ആള് മാത്രമല്ല, ബോഹൈൻസ് എന്ന് പറഞ്ഞ വേറൊരു വ്യക്തിയുണ്ട്, ട്രംപ് തെരഞ്ഞെടുത്തതാണ്. ആള് ബേസിക്കലി ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരു ഫുട്ബോളറാണ്. ഈ 28 വയസ്സ് കൂടെ ആയിട്ടുള്ളത്. എന്തിനാ ട്രംപ് ആള് തെരഞ്ഞെടുത്തതെന്ന് എനിക്കറിയില്ല, ട്രംപിന്റെ ഇഷ്ടം. പക്ഷെ ഇവരൊക്കെ കൂടിയിട്ടാണ് നിശ്ചയിക്കുക. മനസ്സിലായോ? പിന്നെ ചാൾസ് ഹസ്കിൻസിനെ അവർ ഒഴിവാക്കി. എന്താണെന്ന് എനിക്ക് അറിയില്ല ചാൾസ് ഹസ്കിൻസിനെ ഒഴിവാക്കാൻ. ചാൾസ് ഹസ്കിൻസിനെ ആണ് ഡീസെൻട്രലൈസേഷന്റെ മറ്റേ ഫ്രണ്ടിൽ നിൽക്കുന്ന ആള്. ബേസിക്കലി അയാളെ ഒഴിവാക്കി. എന്താണെന്നറിയില്ല. ചിലപ്പോൾ കാര്യമുള്ള കാര്യം പറയേണ്ടത് അവർക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം. കൃത്യമായിട്ട് അറിയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവില്ല. കുറച്ച് സെൻട്രലൈസ്ഡ് ഫിഗേഴ്സ് ആണ് കൂടുതൽ വരുന്നത് ഇതില്, ഈ സബ്മിറ്റില്. പിന്നെ ട്രംപിന് ചോദിച്ച ആൾക്കാരായിരിക്കും ചാൾസ് ഹസ്കിൻസിനെ മാറ്റി നിർത്തിയിട്ടുണ്ടാവും ചിലപ്പോ. പക്ഷെ എന്നാലും ശരി, ട്രംപ് പറയണ്ടല്ലോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ട്രംപ് റിസർവില് കാറാന വെക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. കൃത്യമായിട്ട് അറിയില്ല കേട്ടോ, ഇത് പറഞ്ഞിട്ടുള്ളൂ, പ്രൊപ്പോസിഷൻ കൊണ്ടുവന്നിട്ടുള്ളൂ. നമുക്ക് ക്ലാരിറ്റി ഈ സബ്മിറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് പറയാം. മനസ്സിലായോ? പക്ഷെ ഇപ്പൊ നിലനിൽക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീസെൻട്രലൈസേഷൻ ആസ്പെക്റ്റിലല്ല അവർ ഫോക്കസ് ചെയ്യുന്നത്. സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ആണ് അവർ ഫോക്കസ് ചെയ്യുന്നത്, ഈ ട്രംപൊക്കെ. മനസ്സിലായോ? ഡീസെൻട്രലൈസേഷൻ ആസ്പെക്റ്റില് അവർ സംസാരിക്കുന്നില്ല അതിനെ കുറിച്ച്. അത് ഈ സൊളാനോയുടെ ഫൗണ്ടർ ടോളി ആള് പറയുന്നുണ്ട് ആ കാര്യത്തിനെ കുറിച്ച്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആള് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആവശ്യമുണ്ടോന്ന്, മീൻസ് ഈ റിസർവ് കൊണ്ടുവരേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ ആളിപ്പോ പറയുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഡീസെൻട്രലൈസേഷൻ ആണ് നമ്മുടെ മെയിൻ ഗോള്. ഒരു കോയിനും റിസർവ് ആയിട്ട് വേണ്ട. ഗവൺമെന്റ് വേണമെങ്കിൽ ബിറ്റ് കോയിൻ വാങ്ങാം വേണമെങ്കിൽ. എന്തിന്? മീൻസ് ഫെഡറൽ റിസർവിനെതിരെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ആള് പറയുന്നത്. അത് കുഴപ്പമില്ല. ഡിസെൻട്രലൈസേഷൻ ആസ്പെക്ട് ആണല്ലോ നമ്മൾ ഗവൺമെന്റിൽ നിന്ന് മാറി നിൽക്കുന്ന കളിക്കുന്നത്. മീൻസ് ഡീസെൻട്രലൈസ്ഡ് ഗവൺമെന്റ് ആണ് കൊണ്ടുവരാൻ നോക്കുന്നത്. അപ്പൊ അത് ടോളി പറയുന്നുണ്ട് ആ കാര്യത്തിനെ കുറിച്ച്. ഇനി ബിറ്റ് കോയിൻ റിസർവ് ആക്കിയാൽ തന്നെ സൊളാനോട് ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടാർഗറ്റ് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൊളാന റിസർവ് സ്റ്റാറ്റസിലേക്ക് മാറ്റാം എന്നൊക്കെയാണ് ടോളി പറയുന്നത്. മീൻസ് അങ്ങനത്തെ ഒരു ഇത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ട്രംപ്. ഇത് വെറും ചർച്ച മാത്രമാണ് ഇപ്പൊ. മീൻസ് സമ്മിറ്റിൽ നമുക്ക് അറിയാൻ പറ്റാതെ. ടോളിനെ അവർ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. വേറെ കാര്യം, ട്രംപിനെ സംബന്ധിച്ച് ഇപ്പൊ റിയൽ വേൾഡ് ആസറ്റ്സ് എങ്ങനെ ടോക്കണൈസ് ചെയ്യാന്നൊക്കെ എനിക്ക് ആളുടെ ചിന്ത. കാരണം വെച്ചാൽ അയാൾ റിയൽ എസ്റ്റേറ്റ് കാരനാണ്. ഇപ്പൊ എന്തായാലും ആൾക്ക് അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടാവും ഉള്ളില്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ സമ്മിറ്റില് മീൻസ് സബ്മിറ്റിന് മുതലാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സബ്മിറ്റിന് ശേഷം ക്രിപ്റ്റോ കറൻസി പമ്പ് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. എല്ലാവരും പറയുന്നത് ബിറ്റ് കോയിൻ 120K എത്തുന്നു ഈ സമ്മിറ്റിന് ശേഷം. മനസ്സിലായി? ട്രംപ് ഇത് മുതലാക്കുന്നുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് എങ്ങനെ മുതലാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് എങ്ങനെ ട്രംപ് മുതലാക്കാന്ന് മനസ്സിലാക്കണം. പിടികിട്ടിയ ട്രംപ് എങ്ങനെ മുതലാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. ട്രംപ് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമ്മിറ്റിന് മുമ്പേ തന്നെ അയാളുടെ കമ്പനി ഉണ്ട്, വേൾഡ് ഫിനാൻഷ്യൽ ലിബർട്ടി നമ്മുടെ കമ്പനിയുടെ പേര്. ഈ കമ്പനി ഇന്ന് $21.5 മില്യൺ വർത്ത് ക്രിപ്റ്റോ കറൻസീസ് വാങ്ങി വെച്ചിട്ടുണ്ട്. $10 മില്യൺ WBTC ഇൻവെസ്റ്റ് ചെയ്തു, $10 മില്യൺ എതേറിയത്തിൽ ഇൻവെസ്റ്റ് ചെയ്തു. മനസ്സിലായോ? $1.5 മില്യൺ മൂവിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് മാത്രമായിട്ടില്ല. മനസ്സിലായി? ഇനി $3.5 മില്യൺ USDC ബാക്കി നിൽക്കണം. അത് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആലോചിച്ചിരിക്കണം. വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽസ് ആലോചിച്ചിരിക്കണം. കാരണം വെച്ചാൽ ഈ മൂവ്മെന്റ് കഴിഞ്ഞ ആള് എങ്ങനെ പോലും കാശ് ഉണ്ടാക്കും നിങ്ങൾക്ക് ഉറപ്പുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കണം, ഈ വേൾഡ് ഫിനാൻഷ്യൽ ലിബർട്ടി ഈ ട്രംപിന്റെ മകന്റെ കമ്പനി ഇതിപ്പോ ലോസിൽ നിൽക്കണം. $88 മില്യൺ ലോസിൽ $322 മില്യൺ വരെ അവർ വാങ്ങി വെച്ചിട്ടുണ്ട് ക്രിപ്റ്റോ.
എന്ന് ആർക്കം ഇന്റലിജൻസ് പറയുന്നത്. ഒരു അനാലിറ്റിക് സിസ്റ്റമാണ്, ഒരു അനാലിറ്റിക് ഇന്റലിജൻസ് ടൂളാണ്. ആ ടൂള് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കം ഇന്റലിജൻസ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് $322 മില്യൺ വെറുത്ത് ക്രിപ്റ്റോ കറൻസി വാങ്ങി വെച്ചിട്ടുണ്ട്. അതിൽ $88 മില്യൺ ലോസ് ആണ്. ഏറ്റവും കൂടുതൽ ലോസ് വന്നത് എവിടെയാണല്ലോ, എതേറിയത്തിലാണ്. $68 മില്യൺ, $62 മില്യൺ, $68 മില്യൺ ലോസ് എതേറിയത്തിൽ മാത്രം വന്നിട്ടുണ്ട്. എത്രയാണ് ബിഗ് അവരുടെ പോർഷൻ ലോസ് ആയിട്ട് നിൽക്കുന്നത്? അതാണ് റിയലൈസ്ഡ് ലോസ് ആണ്. മനസ്സിലായി? അത് വാങ്ങി വെച്ചതിനെ സംബന്ധിച്ച് റിലേഷൻ അത് അടിക്ക് പോയി. $88 മില്യൺ ലോസ് നിൽക്കുന്നത്. മനസ്സിലായി? അപ്പൊ ഇത്രയധികം ലോസ് ഉണ്ട്. അപ്പൊ എങ്ങനെ പോയാൽ നമുക്ക് പൊട്ടൻഷ്യൽ ഉണ്ട്. കാരണം ഈ ലോസ് എന്തായാലും നികത്തും, അത് വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കും. ഇപ്പൊ അയാൾ എന്തും ചെയ്യും. ഈ ഇവന്റില് ആളെങ്ങനെയാണ് പമ്പ് ചെയ്യാന്ന് നോക്കും. പക്ഷെ നിങ്ങൾ അത് എതുവരെ എല്ലാം നോക്കണ്ട. അതൊരു വളരെ സക്സസ്ഫുൾ ആയിട്ടൊരു പ്രൊജക്റ്റ് ആണ്. എന്തായാലും ആൾ റിസർവ് സ്റ്റാറ്റസിക്ക് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മളെ നല്ല നോക്കണം. ചെറിയ ചെറിയ ഉള്ള കോയിനുകൾ എന്തൊക്കെയാണ് ട്രംപ് വാങ്ങി വെച്ചത് നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെ? നമ്മൾ നിരീക്ഷിക്കണം. അത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആർക്കം ഇന്റലിജൻസ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രംപ് എത്രയോ 8 കോയിനാ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. 8 മേലെ കോയിൻ വാങ്ങി വെച്ചിട്ടുണ്ടെന്നുണ്ട്. മീൻസ് കുറച്ച് കോയിനുകളുണ്ട്. അതിന്റെ പേര് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണ്ട് ഒരു കോയിനാണ് ട്രംപ് വാങ്ങി വെച്ചത്. മൂവ് എന്ന് പറഞ്ഞ കോയിൻ ട്രംപ് വാങ്ങി വെച്ചിട്ടുണ്ട്. TRX ട്രോൺ ട്രംപ് വാങ്ങി വെച്ചിട്ടുണ്ട്. എതേറിയം ട്രംപ് വാങ്ങി വെച്ചിട്ടുണ്ട്. ആവെ ട്രംപ് വാങ്ങി വെച്ചിട്ടുണ്ട്. മനസ്സിലായി? WBTC ട്രംപ് വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ട്രംപ് കുറെ മൈക്രോ ക്യാപ് കോയിനുകളും വാങ്ങി വെച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ഇങ്ങനത്തെ കുറച്ച് കോയിനുകളാണ് ട്രംപ് കൈവശം വെച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വക കുറച്ച് പ്രൊജക്റ്റുകളുണ്ട് ട്രംപ് വാങ്ങി വെച്ചേക്കുന്നത്. ഈ പ്രൊജക്റ്റുകൾ എങ്ങനെ പോലും കയറും, നല്ല രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം കയറുന്നു. കാരണം നമ്മള് വെയിറ്റ് ചെയ്യണം. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മീൻസ് ഭയങ്കര സ്മോൾ മൈക്രോ ക്യാപ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഉറപ്പാണ് വലിയ രീതിയിൽ അത് കത്തി കയറാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായി? അപ്പൊ ട്രംപിന്റെ ലോസ് ഒക്കെ ചിലപ്പോൾ ഈ കോയിൻ വെച്ചിട്ടുണ്ടെങ്കിൽ അകത്തും. ഈ കോയിൻ കുറച്ചുകൂടി മെയിൻ സ്ട്രീം ആകുമ്പോൾ എക്സ്പോഷർ കിട്ടുമ്പോൾ അപ്പൊ നമ്മളും കാശ് ഉണ്ടാക്കും. നമ്മൾ ഈ കോയിൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏർലി മോർ അഡ്വാൻറ്റേജ്. നമുക്കറിയാം ട്രംപ് ഒരു പ്രോപ്പർട്ടി പ്രസിഡന്റ് ആണ്. ട്രംപ് എന്ത് രീതി നോക്കും ട്രംപിന് കാശ് ഉണ്ടാക്കാൻ. നമുക്കറിയണം ട്രംപ് എന്താ ഇൻവെസ്റ്റ് ചെയ്യണം. ട്രംപ് എന്താ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കാശ് ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. മീൻസ് നമുക്കറിയാം എങ്ങനെ നമുക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റുന്നത്. കാരണം വെച്ചാൽ നമുക്ക് ട്രംപ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പോലും 10x കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കാശ് ഉണ്ടാക്കി. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ. അപ്പൊ ഈ സമ്മിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രംപ് നല്ല കാശ് ഉണ്ടാക്കും ഉറപ്പായിട്ടും. ട്രംപ് എന്തായാലും ലോസിൽ പോകാൻ പോകില്ല. എന്താ കാരണം വെച്ചാൽ അയാൾ പ്രസിഡന്റ് ആണ്. അതൊക്കെ കാണാൻ പവേഴ്സ് ഉണ്ട്. മനസ്സിലായി? ആള് ഈ മീം കോയിൻ വെച്ചിട്ട് തന്നെ ഈസിലി ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് മീം കോയിൻസ് ജനറേറ്റ് ചെയ്തത്. എങ്ങനെ പോയ ആള് എത്ര 40% വലിയൊരു തുക ആളുടെ കയ്യിൽ തന്നെ വെച്ചേക്കുന്ന ആള്. അപ്പൊ അത്ര ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. മനസ്സിലായോ? ബില്യൺസ് ഓഫ് ഡോളേഴ്സ്. അപ്പൊ നമ്മൾ നിരീക്ഷിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രംപിന്റെ കമ്പനികളാണ് നിരീക്ഷിക്കേണ്ടത്. ഈ കമ്പനികളൊക്കെ നിരീക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ആള് ഏത് പറ്റില്ല ഇൻവെസ്റ്റ് ചെയ്ത്. അത് നമ്മൾ മുൻകൂർ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാം. പക്ഷെ നമ്മൾ കാര്യം മനസ്സിലാക്കാൻ ഡീസെൻട്രലൈസേഷൻ ആർക്കും എത്തിയിട്ടില്ല ഇപ്പോഴും. പക്ഷെ ഈ ഇനീഷ്യേറ്റീവ് ഈ പറഞ്ഞ വേൾഡ് ക്രിപ്റ്റോ സമ്മിറ്റ് കുറെ മാറ്റങ്ങൾ വരുത്തും. പിന്നെ നമ്മൾ കാര്യം മനസ്സിലാക്കണം, ഇത് അധികകാലം ഓടുന്ന വണ്ടിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വളരെ ഫ്യൂച്ചറിസ്റ്റിക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 2 വർഷം 4 വർഷം അതിനെപ്പറ്റി ചിന്തിക്കണം. നമ്മൾ 2 വർഷത്തിനുള്ളിൽ മിഡ് ടേം ഇലക്ഷൻ പറ്റി ആ ഇലക്ഷൻ മാറിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു തീരും. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രംപിന്റെ പവേഴ്സ് ഒക്കെ കുറെ പോകും. മിഡ് ടേം ഇലക്ഷൻ സെനറ്റിൽ ഇപ്പൊ ഡെമോക്രാറ്റ്സ് ആയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു വരും, റിപ്പബ്ലിക്കൻസിൽ വരും. അപ്പൊ 4 വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ പിന്നെ കഴിഞ്ഞു പ്രസിഡൻസി കഴിഞ്ഞു. ട്രംപിന് ഒരിക്കലും കോൺഗ്രഷണൽ ലിമിറ്റ്സ് ഒന്നും പൊട്ടിക്കാനും പറ്റില്ല. മീൻസ് പ്രസിഡൻഷ്യൽ ലിമിറ്റ് വെക്കില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 4 വർഷത്തിന് ശേഷം മാറാനൊന്നും പറ്റില്ല. ആളുടെ കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ അവസാനത്തെ കാലമാണ്. അത് 2 തവണ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു വ്യക്തി അതിൽ കയറി വരും, ഡെമോക്രാറ്റ് ആവാം. അതോടെ ട്രംപിന്റെ പവേഴ്സ് ഒക്കെ പോകും. പക്ഷെ അതിനിടയിൽ ട്രംപ് പല കാര്യങ്ങളും ചെയ്യും, പല രീതികളും. ഭയങ്കര വലിയ ആക്രമണങ്ങളായിരിക്കും ചെയ്യുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അറിയാം അയാളുടെ ഇത് പോയി പൊസിഷൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൻ സീനുകൾ ആവുന്നു. അതുകൊണ്ട് അയാൾക്ക് ചെയ്യാൻ പോണ കാര്യങ്ങളൊക്കെ ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പരമാവധി സഫറിങ് ക്രിയേറ്റ് ചെയ്യും. എന്തിന്? ആളുടെ എതിരെ കളിച്ച ആൾക്കാരെതിരെ. മനസ്സിലായി? ജസ്റ്റിസ് സിസ്റ്റം ഒക്കെ ആളുടെ എതിരെ വെപ്പണൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ അടുത്തൊക്കെ ആൾക്ക് പണി കൊടുക്കുന്നു എനിക്ക് തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ ആള് അങ്ങനെ വെറുതെ പോണ ആളല്ല. മനസ്സിലായേ? ട്രംപ് അങ്ങനത്തെ ആളല്ല. ആള് ശരിക്കും പണി കൊടുത്തിട്ട് പോകുന്നുണ്ട്. ഇലോൺ മസ്ക് അതെ, ആൾക്ക് 2 വർഷമുള്ളൂ, 2-4 വർഷം മാക്സിമം. അത്ര 2 വർഷമുള്ളൂ ഈ ഡോജ് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കാലാവധി. അതോടെ കഴിഞ്ഞു. അപ്പൊ ആ സമയത്തിനുള്ളിൽ ഇലോൺ മസ്ക് നല്ല പണിയൊക്കെ കൊടുത്തിട്ട് സേഫ് സോണിലേക്ക് എത്തുന്നു എനിക്കറിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബേസിക്കലി സേഫ് സോൺ ആടെ കാര്യം സേഫ് ആക്കുന്നു. മനസ്സിലായി? പിന്നെ മീം കോയിൻസ് എങ്ങനെ ലീഗലൈസ് ചെയ്യാന്നതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. CEO ഓഫ് റോബിൻഹുഡ് ആണ് ആ കാര്യം ഏറ്റെടുക്കണം തോന്നുന്നു. CEO ഓഫ് കോയിൻ ബേസ് റോബിൻഹുഡ് തോന്നുന്നു. മീൻസ് ഭയങ്കര കോമിക്കലാണ്, എന്നാലും കുഴപ്പമില്ല, കാശ് ഉണ്ടാക്കാൻ പറ്റും. അത്രയുള്ളൂ. ഇതൊക്കെയാണ് ട്രംപ് ചെയ്യാൻ പോണ കാര്യങ്ങൾ. ഇതാണ് നമ്മൾ എടുക്കേണ്ട കാര്യങ്ങൾ ബേസിക്കലി. പക്ഷെ നമ്മള് ലോസിന് പോയത് ട്രംപ് ലോസിലാണ്. നമ്മളെന്താ പഠിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രംപിന്റെ ലോസ് ആണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രംപ് കയറുമ്പോൾ നമ്മൾ വിജയിക്കും. ഇത് ആണ് ഞാൻ പറയാനുള്ളത്. മീൻസ് വലിയ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, സീനില്ല. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം,
ഈ വരുന്ന കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊജക്ട്സുകൾ വല്ലാത്ത രീതിയിൽ കയറും, നമ്മൾ വിജയിക്കുക കളി ഇത്രയുള്ളൂ, ഗെയിം ഓവർ ഇത്രയുള്ളൂ. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക.